ഹലോ, ആദ്യമായിട്ട് പറയട്ടെ, എൻ്റെ ലിപ്പും ഈ റെക്കോർഡിങ്ങും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഞാൻ വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണേ, പക്ഷേ സൗണ്ട് ക്ലിയർ അല്ല. അതുകൊണ്ട് ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൈറ്റി ബിറ്റ്സ് ആണേ. ഇത് ഓണം ആയിട്ട് വന്നതാണ്. ഇത് നല്ല രസമില്ല, 3D പ്രിൻറ്റിങ് വരുന്നതാണ്. കളറൊന്നും പോവില്ല കേട്ടോ, പ്യുവർ കോട്ടൺ ആണ്. നല്ല ഒരു ഡിസൈൻ അല്ലേ, നോക്കി നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ നൈറ്റി ഫ്രോക്ക് അടിച്ചാലും ടോപ്പ് അടിച്ചാലും ഒക്കെ നന്നായിരിക്കും. അടുത്തതായത് അതൊരു 2.9 ബിറ്റായിരുന്നേ. അടുത്തതായത് 3.2 ബിറ്റാണേ. നോക്കി, ഇതും ചെറിയ ചെറിയ പൂക്കളായിട്ട് ഫ്ലോറൽ ഡിസൈനാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കൂടുതലും. അപ്പോൾ ഇതും 3.2, അതായത് നമുക്ക് എക്സ്ട്രാ ലാർജ് സൈസൊക്കെ തയ്ക്കണമെങ്കിൽ 3.2 ബിറ്റ് തന്നെ വേണം. 2.9 നമുക്ക് തികയില്ല, സ്ലീവിനൊന്നും കിട്ടില്ല. അതുപോലെ ഇത് നല്ല രസമുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗി, നൈറ്റിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അത്ര നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. അടുത്തതും 3D പ്രിൻറ്റിംഗ് ആണ്. ഇതൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വരുന്നത്. നല്ല രസമില്ലേ, നമ്മൾ കോളറിനൊക്കെ കുർത്തിയൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇനി വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. ഈ പാറ്റേണിൽ എല്ലാ കളറും ഞാൻ എടുത്തായിരുന്നു. പക്ഷേ ഇതിപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് മാട്ടും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓങ്കുട്ടൻ ഞാൻ അംഗനവാടിയിലാക്കി. അപ്പം ഇനി തിങ്കളാഴ്ച മുതൽ ഓങ്കുട്ടൻ അംഗനവാടി പോകും. അപ്പോൾ അവങ്കോട്ടന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോട്ട് സെറ്റുകൾ ഇടിച്ച് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു കോട്ട് സെറ്റ് ഞാൻ ഇതുകൊണ്ട് തയ്ക്കും. പിന്നെ ബാക്കിയുള്ള തുണി കൊണ്ട് കമ്മൂനും ഒരു ഫ്രോക്ക് അടിക്കും. അപ്പം ഇത് അങ്ങനെ ഞാൻ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന പീസാണ് കേട്ടോ. പിന്നെ നോക്കി എന്ത് രസം. എനിക്ക് ക്യാമറയിൽ ഇത്രയും ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ക്ലോസ്ഡ് ആയിട്ട് എടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് നല്ല രസമുള്ള ഒരു ഡിസൈനാണ്. ഇത് വൈറ്റ് വേണമെന്ന് എന്നോട് 1-2 പേര് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. വൈറ്റ് 2 കളറേ എടുത്തിട്ടുള്ളൂ, വൈറ്റ്. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് വളരെ കുറവാണ് ഇപ്പോൾ അവരുടെ കയ്യിൽ വരുന്നതും. എല്ലാവർക്കും ഡാർക്ക് കളർ ഷെയ്ഡ്സ് മതി എന്ന് പറയുന്നതുകൊണ്ട് അവരും വൈറ്റ് ഷെയ്ഡ്സ് വളരെ കുറവ് കൊണ്ടുവരും. ഇത് വൈറ്റിലൊരു പീച്ചല്ല, കോഫി കളർ, ലൈറ്റ് കോഫി കളർ വരുന്നതാണ്. അതിൻ്റെ ഒരു പീച്ച് ഉണ്ടായിരുന്നു, അത് സോൾഡ് ഔട്ടാണ്. പിന്നെ ഇതൊരു മിക്സഡ് പീസ്, മീൻസ് കോട്ടണും ഇതും കൂടി മിക്സ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് 3.2 ആണ്. എൻ്റെ ശ്വാസം മുട്ട് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഇതുകൊണ്ട് നൈറ്റി ഫ്രോക്കുകൾ, ബാക്കി വേറെ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നൈറ്റി ഫ്രോക്ക് അടിച്ചു. ഇതൊരു പീച്ച് കളറിൽ വരുന്നതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. അത് 3 മീറ്ററാണേ. ഇത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്. ഇതൊക്കെ ക്ലോസ്ഡ് പിക്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു കളർ ചേഞ്ചാണിത്. ഇതും നല്ല ഭംഗിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ അതല്ല, ഇത് വേറൊരു ഡിസൈനാണ്. ഇതും ഫ്ലോറിൽ തന്നെയാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ നൈറ്റ് അടിച്ച് കഴിഞ്ഞാലും എനിക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് മിക്കതും ഫ്ലോറൽ ഡിസൈനാണ്. മാത്രമല്ല ടോപ്പൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ടൈപ്പ്. ഇതൊരു അജരക് പ്രിൻ്റാണേ. അജരക് പ്രിൻ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ അജരക് പ്രിൻറ്റിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഇത് നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചാണ്. അതുപോലെ അടുത്തതായിട്ട് എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ. ഇതിൻ്റെ വേറൊരു കളറും കൂടി എടുത്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മണ്ടത്തരം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ എല്ലാ ഷെയ്ഡ്സും എടുക്കായിരുന്നു. ഇത് അജരക് പ്രിൻ്റാണ്. ഞാൻ അതിൻ്റെ 2 ഷെയ്ഡ് എടുത്തോളൂ എന്ന് എനിക്ക് സങ്കടം വരുന്നുണ്ട്. നല്ല മീൻസ് അതിൻ്റെ 3-4 ഉണ്ടായിരുന്നു, അത് സോൾഡ് ഔട്ട് ആയിപ്പോയി. പിന്നെ ഉള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഇതും അജരക് പ്രിൻ്റാണ് കേട്ടോ. പിന്നെ അടുത്തത് ഇതും അജരക് പ്രിൻ്റാണ് വരുന്നത്. നിങ്ങൾ നോക്കുക. അതുപോലെ ഇത് ഞാൻ ഉണ്ടല്ലോ, ആക്ച്വലി ഞാൻ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറിച്ചൊക്കെ ഇട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു പീസാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ തയ്ച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് ലാർജ് സൈസും എക്സൽ സൈസും ഞാനിവിടെ തയ്ച്ച് വെക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തൊരു പീസാണിത്. പിന്നെ ഞാൻ ഓർത്ത് കാണിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ, ഇനിയിപ്പോൾ ഇത് അയൺ ചെയ്തിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇതൊരു ഡാർക്ക് കോഫി കളറാണ്. ഇതിനകത്ത് നമ്മുടെ ഓഫ് വൈറ്റ് കളറ് പൈപ്പിങ്ങൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അതുകൊണ്ട് ഫ്രോക്ക് നൈറ്റ് ഞാൻ 2-3 അടിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറഞ്ഞൊരു മെറ്റീരിയലായിരുന്നു അത്. ഇതൊരു എന്താ പറയുക, ലൈറ്റ് ഓറഞ്ച് കളറാണ്. അതിനകത്ത് ബ്ലാക്ക് ഡിസൈനാണ് വരുന്നത്. നല്ല രസമുണ്ട്. എൻ്റെ സ്പൈഡർമാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. എനിക്ക് തുണി എടുക്കുമ്പം അലർജി വരും. ഞാൻ സാധാരണ മാസ്ക്, ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മാസ്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാസ്ക് മാറ്റി വെച്ചതാണ്. സ്റ്റിച്ചിങ്ങിനൊക്കെ ഞാനിപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. അലർജി ശ്വാസമുട്ടൊക്കെ ആയിട്ട് അണ്ടർ ട്രീറ്റ്മെൻറ്റാണ്. അടുത്തത് ഇതൊരു വെറൈറ്റി കളറാണ്. പിങ്കില്ലേ, ഒരു പിങ്ക്, ആ കളറാണ്. റാണി പിങ്ക് എന്നൊക്കെ പറയാം ഏകദേശം. അത് ഓൾമോസ്റ്റ് ആ കളർ, പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ വേറൊരു കളറാണ്. ഇത് പക്ക നൈറ്റി മെറ്റീരിയലാണ്.
പിന്നെ അതുപോലെ അത് നേരത്തെ കണ്ട ആ ലൈറ്റ് ഓറഞ്ചിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ വരുന്നത്. ഇനി ഒരു റെഡിൽ ബ്ലാക്കും വൈറ്റും കോമ്പോയിൽ വരുന്നതാണ്. ഇതിൻ്റെ തന്നെ വേറൊരെണ്ണം ഞാൻ ടോപ്പ് അടിച്ച് കൊടുത്തായിരുന്നു ഒരാൾക്ക്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ടോപ്പ് ഇട്ടിട്ട് ഇതൊരു ഇത് ചെങ്കൽ കളർ എന്നൊക്കെ പറയില്ല, ആ കളറാണ് കേട്ടോ. പക്ഷേ ക്യാമറയിൽ വേറെ കളറാണ് കാണുന്നത്. ഇത് ഒരു ഗ്രേ കളറാണ്, നല്ല ഭംഗിയുള്ള ലൈറ്റാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അത്ര നല്ല ഭംഗിയുള്ള സ്റ്റോക്സാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് കണ്ടതിൻ്റെ ആ 3.2ൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ. 3.2 ആക്ച്വലി നമുക്ക് അധികം കിട്ടുന്നില്ല ഡിസൈൻസ്. ഇത് നമ്മുടെ ചുങ്കിടിയൊക്കെ പോലത്തെ ഒരു ഡിസൈനാണ്, പക്ഷേ ഇതിൻ്റെ കളർ പോകത്തില്ല, ഗ്യാരണ്ടിയാണ്. പ്യുവർ കോട്ടൺ ആണ്. പക്ഷേ ചുങ്കിടിയുടെയൊക്കെ ആ പാറ്റേണിലുള്ള ഡിസൈനാണത്. ആ ബ്ലൂ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഷെയ്ഡും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ ആ ഷെയ്ഡാണത്. പിന്നെ ഇത് ഒരു അജ്രക്കാണേ. ഇനി ഉണ്ടായി അജ്രക്ക് ഞാൻ വേറെ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കട്ടെ കേട്ടോ, അതെ ആ റെഡല്ല മെറൂണാണ്, അതും അജ്രക്കാണ്. ഇനി ഇത് കോമൺ നൈറ്റി ഡിസൈനാണേ, വെരി കോമൺ ആണ്. പിന്നെ ഇത് ലാസ്റ്റ് പീസ്, ഇതും നല്ല രസമുള്ള ഒരു ഡിസൈൻ, ഫ്രോക്കൊക്കെ അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. കഴിഞ്ഞു കേട്ടോ. ഇത്രയാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ അപ്പോൾ ഏട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഒരു ഷോട്ടും കൂടെയൊക്കെ കാണിക്കുകയാണ്. നോക്കുക, എൻ്റെ അമ്മീ, ഓ ഇതൊക്കെ മൊത്തത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നൈറ്റി പീസായിട്ടും തരും. പിന്നെ ഒന്നും ഓർക്കുക, ഞാൻ ഹോൾസെയിൽ ഡീലറല്ല, ഞാൻ റീറ്റെയിലറാണ്. ഓരോ പീസ് 2 പീസൊക്കെ വേണമെങ്കിലും തരുന്നതായിരിക്കും. നൈറ്റി ആയിട്ട് വേണമെങ്കിൽ തരും, ടോപ്പായിട്ട് വേണമെങ്കിലും തരും, നൈറ്റി ഫ്രോക്കായിട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരാം. ആവശ്യമുള്ളവർ പ്ലീസ് കോൺടാക്റ്റ്.